ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടെയോ എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന പോലെയാ പെരുമാറ്റം. വലിയ കാര്യത്തില് അർജുൻ സാറ് സ്നേഹിച്ച് കെട്ടിയിട്ട് അവസാനം ആ കുട്ടി തനിസ്വരൂപം പുറത്തു കാണിച്ചാൽ എന്ത് ചെയ്യും? അച്ഛനവിടെ പോയതാ അമ്മേ? അർജുന്റെ വിവാഹം മുടക്കാൻ എന്തോ കച്ചിത്തുരുമ്പ് കിട്ടിയെന്നും പറഞ്ഞു പോകുന്നത് കണ്ടു. ഇപ്പൊ പോയിട്ട് കുറച്ചു നേരമായി. എന്തായോ എന്തോ. നീ അത് കേട്ട് സന്തോഷിക്കൊന്നും വേണ്ട, വേറെ സ്വപ്നം കാണാൻ നിൽക്കുകയും വേണ്ട. നിന്റെ അച്ഛന്റെ കാര്യമായതുകൊണ്ട് അമിത പ്രതീക്ഷയും വെക്കണ്ട. ആ വരുന്നുണ്ട്. എന്തായോ എന്തോ. നിങ്ങൾ എന്തും പറഞ്ഞ് ഇവിടുന്ന് പോയത്? എന്നിട്ട് ചത്ത മീനും വാങ്ങിച്ചോണ്ട് തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങളെ ചോറും മീനും തന്ന് ഇവിടെ അങ്ങ് ഇരുന്നോ. ബാക്കിയുള്ളവരെല്ലാം നടത്തിയെടുത്തോളൂ. ഇതും പൊക്കി പിടിച്ച് എങ്ങോട്ടാ? എനിക്ക് വയ്യ ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ. ഒരു കാര്യം ചെയ്യ്, ഇത് കൊണ്ടുപോയേ നിങ്ങളുടെ പെങ്ങളുടെ അടുത്ത് കൊണ്ടു കൊടുക്ക. പെങ്ങള് വെക്കുന്ന ഷാപ്പിലെ മീൻകറിയും കൂട്ടി ചോറും കഴിച്ച് അവിടെ അങ്ങ് കിടക്ക്. ഓ, ഇത്രയും പിടിപ്പില്ലാത്തൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതിന് നീ ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം. ഈ മീനിന്റെ തല ഞാൻ തന്നെ അങ്ങ് വെട്ടും. മറ്റന്നാൾ നിശ്ചയത്തിൻ്റെ വലിയൊരു സ്വർണ്ണമിന്റെ തലയും ഞാൻ വെട്ടും. അതിനുള്ള റിഹേഴ്സലാ ഇന്ന്. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? പറയുന്ന കാര്യം തെളിച്ചു പറ. അച്ഛൻ പോയിട്ട് എന്തായി? എന്തെങ്കിലും വഴി കണ്ടോ? എന്തിനാ മോളെ കാണാൻ പോകുന്ന പൂരം ഞാനിപ്പോ ഇവിടെ പറഞ്ഞറിയിക്കുന്നേ? കണ്ടറിയേണ്ട കാര്യം കണ്ടു തന്നെ സന്തോഷിച്ചാൽ മതി. ഈ മീനിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ഇന്ന് ഉണ്ടാക്കും. എന്താ? അല്ല, ലക്ഷ്മി മേഡം അല്ലേ? അതെ, ഞാൻ ബാലഭാസ്കർ. വിശ്വംഭരൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. എന്തോ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്നും എന്റെ സഹായം വേണമെന്നും ചേട്ടൻ പറഞ്ഞിരുന്നു. എന്താ കാര്യം? എനിക്കൊരു മാല വേണം. മാല എന്ന് പറഞ്ഞാൽ സാധാരണ മാലയല്ല. എനിക്ക് വേണ്ടത് ദേ ഈ ടൈപ്പാ. ഇതാണ് എനിക്ക് വേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റോ? അതെ. ഇത്തരം ഒരു മാല ഗോൾഡ് ചെയ്യാൻ തന്നെ പാടാ. അപ്പോഴൊരു ഡ്യൂപ്ലിക്കേറ്റ്. എന്തേ, തനിക്ക് പണി അറിയില്ലേ?
താൻ ഏത് ഗോൾഡിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ മിടുമിടുക്കനാണെന്നാണല്ലോ വിശ്വംഭരൻ ചേട്ടൻ പറഞ്ഞത്. മുൻപൊരു ക്ഷേത്രത്തിൽ ഗോൾഡിനെ വെല്ലുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് തിരുവാഭരണം ചെയ്തു. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എല്ലാവരും അറിഞ്ഞത് തന്നെ വർഷങ്ങൾക്ക് ശേഷം. അറിഞ്ഞപ്പോഴോ പാവം തന്ത്രി അകത്തായി. താൻ വളരെ കൂളായിട്ട് ആ കേസിൽ നിന്ന് മൂരിപ്പോന്നു. എന്താ ശരിയല്ലേ? തനിക്ക് ആവശ്യം പണമാ, എനിക്ക് ആവശ്യം ഈ മാലയുടെ ഡ്യൂപ്ലിക്കേറ്റും. പണം തരാൻ ഞാൻ തയ്യാറാ, മാല ചെയ്തു തരാൻ താൻ റെഡിയാണോ? ഞാൻ ഉദ്ദേശിക്കുന്ന പണം തരികയാണെങ്കിൽ ഞാൻ റെഡിയാ. എത്ര വേണം? അഡ്വാൻസ് 50,000. പണി തീരുമ്പോ ബാക്കി 1.5 ലക്ഷം കൂടി വേണം. സമ്മതിച്ചു. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് സാധനം കിട്ടണം. അത്ര പെട്ടെന്ന് നടക്കില്ല. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും. അത്രയും അത്യാവശ്യം ആയോണ്ടാ ഈ പറയുന്നേ. ഒരാഴ്ചയൊന്നും പറ്റില്ല. ഇന്ന് രാത്രി, ഏറിയാൽ നാളെ വെളുപ്പാങ്കാലത്ത്. ഇത്രയും വേഗം ചെയ്തു തീർക്കുകയാണെങ്കിൽ മാലയുടെ പണിക്കൂലി 3 ഇരട്ടിയാവും. ഓക്കെ, ഞാൻ അതും തരാം. അത് പറഞ്ഞ സമയത്ത് കിട്ടിയാൽ മാത്രം. പ്രതിഫലത്തിന്റെ 3 ഇരട്ടിയാ താൻ ഡിമാൻഡ് ചെയ്യുന്നേ. അപ്പോ പറഞ്ഞ സമയത്ത് തരുമല്ലോ അല്ലേ? തരും. ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചേക്കാം. ശരി. ഇനിയിപ്പോ ഒന്നിനും സമയം കിട്ടില്ല. നിശ്ചയം അടുത്തില്ലേ? എനിക്കെന്തോ ആ ഐശ്വര്യ എന്ന് പറയുന്ന കൊച്ചിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും പാവമൊന്നുമല്ല. എവിടെയോ എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന പോലെയാ പെരുമാറ്റം. വലിയ കാര്യത്തില് അർജുൻ സാറ് സ്നേഹിച്ച് കെട്ടിയിട്ട് അവസാനം ആ കുട്ടി തനിസ്വരൂപം പുറത്തു കാണിച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും, പാവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഞാൻ ചന്ദ്രമ്മയോട് മറ്റൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു. എന്താ മോളെ? ഞാനും അമ്മയും ഉടനെ ഇവിടുന്ന് പോവും. എത്ര നാളാണെന്ന് കരുതിയ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എത്ര കാലം വേണേലും നിൽക്കാലോ. നിങ്ങളെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ മേഡം പറയുന്ന കേട്ട് വിഷമിക്കാനാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. മേഡം അങ്ങനെ ഒരു സ്വഭാവക്കാരിയാ. അതൊന്നും അല്ല ചന്ദ്രമ്മ. മറ്റേതെങ്കിലും നാട്ടിൽ ചെന്ന് ഒരു ചെറിയ വാടക വീട് സംഘടിപ്പിക്കണം. ഞാനും അമ്മയും ഇവിടെ സുരക്ഷിതമായിട്ട് കഴിയുമ്പോഴും അച്ഛൻ ഒരു ആശ്രയവും ഇല്ലാതെ മറ്റെവിടെയോ ജീവിക്കുവോ? പലയിടത്തായിപ്പോയി ഞങ്ങള്. അതിനൊരു പരിഹാരം കാണണം.